റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാട് ലോകശ്രദ്ധ നേടി. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ഈ നീക്കം കേവലം ഒരു വാണിജ്യ ഇടപാടായിരുന്നില്ല, മറിച്ച് ആഗോള ഊർജ്ജ വിപണിയും സാമ്പത്തിക സ്ഥിരതയും സ്വാധീനിച്ചൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട്, അതിനെതിരെയുള്ള വിമർശനങ്ങൾ, ഇന്ത്യയുടെ ന്യായീകരണങ്ങൾ, ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഈ നീക്കം ചെലുത്തിയ സ്വാധീനമെല്ലാം വിലയിരുത്തണം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. റഷ്യയുടെ യുദ്ധ നീക്കങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വാദങ്ങളെ ശക്തമായി എതിർത്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ജയശങ്കർ കൃത്യമായി കണക്കുകൾ നിരത്തിയാണ് മറുപടി നൽകിയത്. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യയല്ല, മറിച്ച് ചൈനയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യൻ LNGയുടെ പ്രധാന ഉപഭോക്താക്കൾ യൂറോപ്യൻ യൂണിയൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇറക്കുമതിയെ മാത്രം വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു. യഥാർത്ഥത്തിൽ 2022 ശേഷം റഷ്യയുമായി വ്യാപാരത്തിൽ ഏറ്റവും വലിയ വർധനവ് വരുത്തിയത് ഇന്ത്യയല്ല, മറ്റു ചില രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ആഗോള ഊർജ്ജ വിപണിയെ സ്ഥിരപ്പെടുത്താൻ സഹായിച്ചുവെന്നും അത് രാജ്യത്തിന്റെ താൽപര്യത്തിനനുസരിച്ചുള്ള നടപടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാജ്യത്തിന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. ഉപരോധങ്ങൾ കാരണം റഷ്യൻ എണ്ണയ്ക്ക് യൂറോപ്പിൽ വിപണി ഇല്ലാതായപ്പോൾ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കാൻ നിർബന്ധിതരായി. ഇന്ത്യ ഈ അവസരം മുതലെടുത്ത് വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തു. ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി. G7 രാജ്യങ്ങളുടെ വിലപരിധി സംവിധാനം അനുസരിച്ച് ബാരലിന് $60-65 താഴെയായിരുന്നെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് അനുവാദമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇറക്കുമതി കൂടുതലും ഈ പരിധിക്കുള്ളിലായിരുന്നു. ഇത് ഇന്ത്യയുടെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നില്ലെന്നും ഉറപ്പാക്കി. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ്. ഇറക്കുമതിയെയാണ് രാജ്യം പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പണപ്പെരുപ്പത്തെയും ദോഷകരമായി ബാധിക്കും. കുറഞ്ഞ വിലയിൽ റഷ്യൻ എണ്ണ ലഭ്യമായത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായകമായി. ഇന്ത്യയുടെ ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്കപ്പുറം ആഗോള വിപണിയെ തന്നെ സ്വാധീനിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം റഷ്യൻ എണ്ണ വിപണിയിൽ നിന്ന് അപ്രതീക്ഷിതമായിരുന്നെങ്കിൽ അത് ആഗോള എണ്ണവില അപകടകരമായ രീതിയിൽ ഉയർത്തുകയും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളിൽ വലിയ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യുമായിരുന്നു. ഇന്ത്യ ഒരു നിർണായക വാങ്ങുന്നയാളായി രംഗത്ത് വന്നത് വിപണിയിലെ വിതരണം ഉറപ്പാക്കി. അതുവഴി വില വർധനവ് തടയാനും സഹായിച്ചു. ഇന്ത്യയുടെ ഈ നീക്കം ഒരു സർക്യൂട്ട് ബ്രേക്കർ പോലെ പ്രവർത്തിച്ചു. വലിയ അളവിൽ എണ്ണ വാങ്ങി സംഭരിച്ചതുപോലെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നത് തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഗുണം ചെയ്തു. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണ ഇന്ത്യ ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്തു. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ റഷ്യൻ എണ്ണയെ പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി. യൂറോപ്യൻ രാജ്യങ്ങളായ നെതർലൻഡ്സ്, ഫ്രാൻസ്, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വിതരണം ചെയ്തു. ഇതൊരു വശത്ത് യൂറോപ്പിന് ഇന്ധനക്ഷാമം ഒഴിവാക്കാനും സഹായിച്ചു, മറുവശത്ത് ഇന്ത്യക്ക് ലാഭം ഉണ്ടാക്കാനും സാധിച്ചു. ഉപരോധങ്ങൾ നിൽക്കുമ്പോൾ റഷ്യയുമായി എങ്ങനെ വ്യാപാരം നടത്തുന്നു എന്നതിനെക്കുറിച്ചും ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ഡോളറിന് പകരം രൂപ, ദിർഹം പോലുള്ള ബദൽ കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ പാശ്ചാത്യ ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതും കുറച്ചു. ഇത് നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കാനും സഹായിച്ചു. അതായത് ഇന്ത്യ ഉപരോധ നിയമങ്ങളെ ലംഘിക്കാതെ അവയുടെ സാങ്കേതിക മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ത്യയുടെ സമീപനം ആഗോള ഊർജ്ജ പേയ്മെന്റ് സംവിധാനങ്ങളെ വൈവിധ്യവൽക്കരിക്കുകയും ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മാതൃക നൽകുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് കേവലം വാണിജ്യപരമായ തീരുമാനമായിരുന്നില്ല. അത് സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നതിനോടൊപ്പം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത നിലനിർത്താനും സഹായിച്ചു. വിമർശനങ്ങളെ കണക്കുകളും നയതന്ത്രപരമായ ന്യായീകരണങ്ങളും കൊണ്ട് നേരിട്ട ഇന്ത്യയുടെ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെയും അതേസമയം അന്താരാഷ്ട്ര ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഈ സംഭവം ആഗോള ഊർജ്ജ വ്യാപാരത്തിലും നയതന്ത്രത്തിലും പുതിയൊരു അധ്യായവും തുറന്നു. ഇന്ത്യയുടെ നയം ലോകത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്.